ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള നീക്കം ജയിൽ ഉദ്യോഗസ്ഥരുടെ നടപടികളെയും സംശയ നിഴലിലാക്കി. ഹൈക്കോടതി തടഞ്ഞതിനു ശേഷവും എന്തിനാണ് ഉദ്യോഗസ്ഥർ ഈ പ്രതികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് രാജ്യത്തെമ്പാടുമുള്ള ജയിലുകളിൽ നിന്ന് തടവുപുള്ളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് ശിക്ഷാ ഇളവിനുള്ള മാനദണ്ഡങ്ങൾ ഇവയാണെന്ന് കാണിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ജിയോ നമ്പർ 244/2022 മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇളവ് അനുവദിക്കേണ്ട തടവുകാരുടെ പട്ടിക ആവശ്യപ്പെട്ട് സർക്കാർ 2022 നവംബർ 25 സംസ്ഥാനത്ത് ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തെഴുതി. 2023 മെയ് 5 കണ്ണൂർ ജയിൽ സൂപ്രണ്ട് 1334 പേരുടെ ലിസ്റ്റ് സർക്കാരിന് കൈമാറി. ഈ പട്ടിക സർക്കാരിന്റെ കയ്യിലിരിക്കെയാണ് ടി.പി. കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഉത്തരവ് വരുന്നത്. 20 വർഷം പൂർത്തിയാകും വരെ ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. 2024 ഫെബ്രുവരി 27 ഈ ഉത്തരവ് വരുന്നത്. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള ലിസ്റ്റിൽ നിന്ന് ചില ഒഴിവാക്കലുകൾ ആവശ്യമായി വരുമെന്ന ധാരണയിലാകണം സർക്കാർ ഈ പട്ടിക പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടത്. പട്ടിക പുതുക്കാനുള്ള ഈ പുതിയ ഉത്തരവ് വരുന്നത് 2024 ജൂൺ 3 ഈ 1334 തടവുകാരിൽ ജൂൺ 30 മുമ്പ് സ്വാഭാവിക മോചനം കിട്ടുന്നവരുടെ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ഇതിലെ ആവശ്യം. ഈ ഉത്തരവിറങ്ങി 10 ദിവസത്തിനു ശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തി 2024 ജൂൺ 13 ജയിൽ സൂപ്രണ്ട് ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ പേരുൾപ്പെടുത്തി പോലീസിനോട് റിപ്പോർട്ട് തേടി. ഈ ഒടുവിലത്തെ ലിസ്റ്റിലും ടി.പി. കേസ് പ്രതികളുടെ പേരുണ്ടായിരുന്നു. പട്ടിക പുതുക്കാൻ ഒരവസരം കൂടി മുന്നിലുണ്ടായിരുന്നിട്ട് പോലും ഹൈക്കോടതി തടഞ്ഞ പേരുകാരായ ടി.പി. കേസ് പ്രതികൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഷബ്ന സിയാദ്, ന്യൂസ് മലയാളം, കൊച്ചി.